അതായത് നമ്മുടെ ആഗ്രഹങ്ങൾ എഴുതി വെച്ച് കഴിഞ്ഞാൽ നല്ല റിസൾട്ടാണ്. എഴുതി വെച്ചാൽ ഒരു സംഭവം നിങ്ങൾക്കിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കണ്ടിന്യൂസ് ആയിട്ട് എഴുതി കഴിഞ്ഞാൽ, അതായത് ഒരു ബുക്കിലോ പേപ്പറിലോ ഡെയിലി രാവിലെയും രാത്രിയൊക്കെ ഇരുന്നിട്ട് എഴുതി കഴിഞ്ഞാൽ നമ്മളെ മെമ്മറിയിൽ പെട്ടെന്നത് പതിയും ചെയ്യും. നമ്മുടെ ചിന്തകൾ കൂടുതൽ അതിനെക്കുറിച്ചായിരിക്കും. അതായത് ഫ്യൂച്ചർ ശരിക്കും എഴുതരുത്. നമ്മളെ മൈൻഡിലേക്ക് നമ്മൾ കൊടുക്കേണ്ടത് നമ്മളത് അച്ചീവ് ചെയ്തതായിട്ടാണ്. മൈൻഡിലേക്ക് നമ്മളെന്താണ് കൊടുക്കുന്നത് കഴിഞ്ഞ കാര്യമാണ്, അതായത് ഓൾറെഡി അച്ചീവ് ചെയ്തു. അപ്പോൾ ആ ഒരു ലെവലിലായിരിക്കും നമ്മുടെ നടത്തവും ഇരുത്തവും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. അപ്പോൾ അത് ഓട്ടോമാറ്റിക് നമുക്ക് അതിലേക്കുള്ള വഴികൾ തെളിഞ്ഞു വരും. ഇപ്പോൾ എനിക്കൊരു ജോലി വേണം എന്നുള്ള രീതിയിൽ എഴുതി, എനിക്കൊരു 1 ലക്ഷം രൂപ സാലറി ഉള്ള ഒരു ജോലി വേണം, അങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഒരിക്കലും അച്ചീവ് ചെയ്യാൻ പറ്റൂല. അതായത് ഇത് വേണം എന്നുള്ള സാധനമാണ്, നമ്മൾ നേടിയിട്ടില്ലല്ലോ. നമ്മളെ മൈൻഡിലേക്ക് കൊടുക്കേണ്ട മെസ്സേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് നേടിയതായിട്ടാണ് കൊടുക്കുന്നത്. ഒരു 1 ലക്ഷം രൂപ ഏണിങ്സ് ഉള്ള ഒരു ജോബ് കിട്ടി, അങ്ങനെ ഡെയിലി ഒരു 100 പ്രാവശ്യം രാത്രി രാവിലെ ഇരുന്നിട്ട് ഇങ്ങനെ എഴുതാം. അപ്പോൾ നമ്മൾ മെന്റലി നമ്മളെന്താവും, അത് കിട്ടിയതായിട്ട് നമ്മൾ ഫീൽ ചെയ്യും. ജോലി മാത്രമല്ല, എന്താണെങ്കിലും ഇപ്പോൾ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. ഞാനൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു ഫാസ്റ്റ് ആവണം. അത് അവിടെ നിന്ന് വായിച്ച കാര്യങ്ങളല്ല ഞാൻ ഷെയർ ചെയ്തത്. കാരണം ഞാൻ എൻ്റെ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടാണ് എഴുതിയിട്ടുണ്ട്. കാരണം എഴുതിയിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എഴുതിയിട്ട് റിസൾട്ട് കിട്ടിയതുകൊണ്ടാണ് ഇത് പറയണമെന്ന് തോന്നിയത്. അല്ലെങ്കിൽ ഞാൻ പറയില്ല. കാരണം അവിടുത്തെ ബുക്ക് വായിച്ചിട്ട് അവരത് പറഞ്ഞത് എന്നുള്ള ആ രീതിയിൽ ഒരിക്കലും ഞാൻ പറയില്ല.